ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എയർപോർട്ട് അതോറിറ്റി നടത്തുന്ന കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റിൻ്റെ സിലബസ് ബേസ്ഡ് വീഡിയോ ക്ലാസ്സാണ് ചെയ്യുന്നത്. സബ്ജക്റ്റ് MS വേഡ്, ടോപ്പിക് ക്രിയേറ്റ് ആൻഡ് മാനേജ് ഡോക്യുമെൻറ്റ്സ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്ജക്റ്റ് MS വേഡ്, ടോപ്പിക് ക്രിയേറ്റ് ആൻഡ് മാനേജ് ഡോക്യുമെൻറ്റ്സ്. വേഡ് ഓപ്പൺ ചെയ്യാനായി ഡെസ്ക്ടോപ്പിൽ MS വേഡ് എന്ന ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ഓപ്പൺ ചെയ്യുക. വേഡ് ഓപ്പൺ ചെയ്യുക. വേഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായി ഫയലിൽ ന്യൂ എടുക്കുക. ഫയലിൽ ന്യൂവിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്ത് നമ്മുടെ ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡാറ്റാസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡാറ്റാസ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് ചെയ്യാനായി ടൈപ്പ് ചെയ്ത ഡാറ്റ സെലക്ട് ചെയ്യുക. ഹോം ടൂൾ ബാർ എടുത്ത് ഫോണ്ട് ടൂൾ ബാറിൽ നിന്ന് ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് ഡീഫോൾട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ആണ്. ഏരിയൽ ബ്ലാക്ക് എന്നിങ്ങനെയുള്ള ഫോൺസ് സെലക്ട് ചെയ്യാം. ഫോണ്ട് സൈസ് ഡീഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 12 ആണ്. ഹെഡിങ്ങിനാണെങ്കിൽ 14, 16 എല്ലാം യൂസ് ചെയ്യാം. ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻക്രീസ് ഫോണ്ട് സൈസ് ക്ലിക്ക് ചെയ്യുക. ഈ എ എന്ന് പറഞ്ഞ ലെറ്ററിൽ വലിയ എയിൽ ക്ലിക്ക് ചെയ്യുക. 2 പോയിന്റ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഡിക്രീസ് ചെയ്യാനായിട്ട് സ്മോൾ ഫോണ്ടിൽ കൊടുക്കുക. ബോൾഡ് ആക്കാൻ ബിയിൽ ക്ലിക്ക് ചെയ്യുക. ഓഫ് ആക്കാനും ബിയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇറ്റാലിക് കൊടുക്കാൻ ഐ ക്ലിക്ക് ചെയ്യുക. ഓഫ് ആക്കാൻ ഐ ക്ലിക്ക് ചെയ്യുക. അണ്ടർലൈൻ യുവിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവ് ചെയ്യാനായി സേവ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് സേവ് ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക. എവിടെയാണോ നമുക്ക് വേണ്ടത്, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്, ഫോൾഡർ ആണെങ്കിൽ ഫോൾഡർ, ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ, അതല്ല ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഫോൾഡർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോൾഡർ നെയിം സെറ്റ് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫയൽ നെയിം സെറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഇനി ടെംപ്ലേറ്റ് ആയിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫയലിൽ നിന്ന് ന്യൂ എടുക്കുമ്പോൾ മോർ ടെംപ്ലേറ്റ്സ് കാണാം. മോർ ടെംപ്ലേറ്റ്സ് എടുക്കുക. അവിടെ നിന്ന് നമുക്ക് ഏത് മോഡൽ ടെംപ്ലേറ്റ് ആണോ വേണ്ടത് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഡാറ്റ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ലോഗോ വേണമെങ്കിൽ ലോഗോ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഡാറ്റാസ് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്യാം. ഫയലിൽ പോയിട്ട് ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്ത് വയ്ക്കാം.
ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് സേവ് ആസ് ടെംപ്ലേറ്റ് എടുക്കുക. ഇവിടെ സേവ് ആസ് ടൈപ്പ് കാണും. അതിൽ നിന്ന് സേവ് ആസ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. സേവ് ആസ് വേർഡ് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. സേവ് കൊടുക്കുക. ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. എഡിറ്റ് യുവർ ടെംപ്ലേറ്റ് ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫയല് നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടുള്ള ഫയൽ എടുക്കാം. നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഡാറ്റാസ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്യണതാണെങ്കിൽ മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് പേജ് സെറ്റപ്പ്. ടെംപ്ലേറ്റ് ആണ് പറഞ്ഞത്. പേജ് സെറ്റപ്പ്. പേജ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ലേഔട്ട് മെനു എടുക്കാം. ലേഔട്ട് മെനുവിൽ മാർജിൻ സെറ്റ് ചെയ്യാനായിട്ട് മാർജിൻ നോർമൽ മാർജിനാണ് കിടക്കുന്നത്. നാരോ വേണമെങ്കിൽ നമുക്ക് നാരോ കൊടുക്കാം. മോഡറേറ്റ്, വൈഡ്, മിറേഡ് ഏതാണ് മാർജിൻ എന്ന് വെച്ചാൽ കൊടുക്കുക. ഇനി കസ്റ്റം മാർജിൻ ആണെങ്കിൽ കസ്റ്റം മാർജിൻ എടുത്ത് ടോപ്പ് മാർജിൻ എത്രയാണോ അത് സെറ്റ് ചെയ്യുക. സാധാരണ ടോപ്പ് മാർജിൻ 1 ഇഞ്ചാണ്. ബോട്ടം മാർജിൻ 1 ഇഞ്ച്. ലെഫ്റ്റ് മാർജിൻ നമുക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുക്കണമെങ്കിൽ 1.5 ഒക്കെ കൊടുക്കാം. റൈറ്റ് മാർജിൻ 1 ഇഞ്ച്. ഓക്കെ കൊടുക്കുക മാർജിൻ സെറ്റ് ചെയ്യാൻ. ഓറിയൻറ്റേഷൻ 2 ടൈപ്പ് വരുന്നുണ്ട്. പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അതിൽ പോർട്രേറ്റ് ആണെങ്കിൽ നമുക്ക് സാധാരണ പ്രിൻ്റ് വരുന്ന രീതിയാണ്. വീതിയിലാണ് പ്രിൻ്റ് വരേണ്ടതെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഇട്ട് കൊടുക്കുക. പോർട്രേറ്റ് സാധാ നോർമൽ മോഡൽ. ഇനി പേപ്പർ സൈസ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാണോ അത് A4 സൈസ് ആണെങ്കിൽ A4 ഷീറ്റ്. ഏതാണോ സാധാരണ നമ്മൾ A4 ഷീറ്റാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് A4 ഷീറ്റ് സെലക്ട് ചെയ്യാം. ഇതാണ് പേജ് സെറ്റപ്പിൽ വരുന്നത്. ഇനി ഡിസൈൻ മെനു എടുക്കുക. ഡിസൈനിൽ നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റിംഗ് ആണ് ഡിസൈനിൽ വരുന്നത്. ഡോക്യുമെൻറ്റ് ഫോർമാറ്റിങ്ങിൽ ഏതാണോ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റ് ആ സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏത് സ്റ്റൈലാണോ അത് കൊടുക്കാം. ഇനി തീംസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മോഡൽസ് ഉണ്ട്. ആ തീംസ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കളർ വേണമെങ്കിൽ കളർ നമ്മൾ ഇവിടെ നിന്ന് ഓരോ കളറുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് ആണെങ്കിൽ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എഫക്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ എഫക്ട്സ് കൊടുക്കാം. പാരഗ്രാഫ് സ്പേസിംഗ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കോമ്പാക്റ്റ്, ടൈറ്റ്, ഓപ്പൺ, റിലാക്സ്ഡ്, ഡബിൾ ഏതാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ഡിസൈൻസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹെഡറാണ്. ഹെഡർ സെറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് മെനു എടുക്കാം. ഇൻസേർട്ട് മെനുവിൽ പോയിട്ട് ഹെഡർ എടുക്കാം. ഹെഡറിൽ ഏതാണോ നമ്മുടെ ഹെഡറിൻ്റെ മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. ആ മോഡൽ ഏതാണെങ്കിൽ അതെടുക്കാം. ഹെഡറിൽ വേണ്ട ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലോഗോയൊക്കെ ആണെങ്കിൽ ലോഗോയൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഹെഡറിലെ ഡാറ്റ പുറത്ത് വന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് വരുന്നത് ഫൂട്ടറാണ്. ഫൂട്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻസേർട്ടിൽ തന്നെ പോയിട്ട് ഫൂട്ടർ എടുക്കാം. ഏതാണോ മോഡല് ആ മോഡൽ എടുക്കാം. ഫൂട്ടറിലെ ഡാറ്റ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഫൂട്ടറിലെ ഡാറ്റ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡോക്യുമെൻറ്റിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഫൂട്ടർ ഇനി അടുത്തതായിട്ട് വരുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് ലേഔട്ട് ഡിസൈൻ എടുത്തിട്ട് പേജ് ബാക്ക്ഗ്രൗണ്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. അവിടെ വാട്ടർമാർക്ക് കൊടുക്കണമെങ്കിൽ ഓൾറെഡി ഇവിടെ കുറച്ച് വാട്ടർമാർക്ക് എടുക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല റിമൂവ് വാട്ടർമാർക്ക് ചെയ്യാം. കസ്റ്റം വാട്ടർമാർക്ക് എടുത്തിട്ട് നമുക്ക്
ടെക്സ്റ്റ് വാട്ടർമാർക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ്. പിക്ചർ വാട്ടർമാർക്ക് വേണമെങ്കിൽ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി പേജിന് കളറാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ പേജ് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. പേജിന് ബോർഡർ ആണ് വേണ്ടതെങ്കിൽ പേജ് ബോർഡർ ഏതാണോ അത്. ബോക്സ് ആണെങ്കിൽ ബോക്സ്. ഇവിടെ നിന്ന് നമുക്ക് ലൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുക്കാം. പേജ് ബോർഡർ, പേജ് ബോർഡർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് പേജ് ബോർഡർ എടുത്തിട്ട് നണ്ണിട്ട് കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കാം. പേജ് ബോർഡർ ഓഫായിരിക്കും. ഇനി അടുത്തത് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ വാട്ടർമാർക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അടുത്തത് ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇൻസേർട്ടിൽ പോയിട്ട് ഹൈപ്പർ ലിങ്ക്, ഇൻസേർട്ടിൽ ഹൈപ്പർ ലിങ്ക്, ലിങ്ക് ആഡ് ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിർത്തിയിട്ട് ഹൈപ്പർ ലിങ്ക് എടുക്കാം. ഹൈപ്പർ ലിങ്ക് എടുത്തിട്ട് നമുക്ക് കറൻറ്റ് ഫോൾഡർ ആണെങ്കിൽ കറൻറ്റ് ഫോൾഡർ എടുത്തിട്ട് ഏതിലേക്കാണ് പോകേണ്ടതെന്ന് പറയാം. അല്ല ബ്രൗസറാണെങ്കിൽ നമുക്ക് ബ്രൗസർ എടുക്കാം. റീസെൻറ്റ് ഫയൽസ് ആണെങ്കിൽ റീസെൻറ്റ് ഫയൽസ് എടുക്കാം. ലിങ്ക് ടു ഏതാണ് വേണ്ടതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഫോൾഡർ ഏതാണെങ്കിൽ ഫോൾഡർ സെലക്ട് ചെയ്യാം. ലുക്കിന് പോയിട്ട് നമ്മൾ ഫോൾഡർ, നമുക്കിപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എടുക്കാം. ഡോക്യുമെൻറ്റ്സ് എടുക്കാം. ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ നിന്ന് Ctrl+ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് ആ ഹൈപ്പർ ലിങ്ക് മൂവ് ചെയ്യുന്നതാണ്. ആ ഫയലിലേക്ക് അത് മൂവ് ചെയ്യുന്നതാണ്. സെയിം ഫയൽ തന്നെയാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ബുക്ക് മാർക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ബുക്ക് മാർക്കിൽ ഹെഡിങ് ഉണ്ടെങ്കിൽ ഹെഡിങ് സെലക്ട് ചെയ്യണം. ബുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ എഡിറ്റ് യുവർ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഹൈപ്പർ ലിങ്ക് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. Ctrl+ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എഡിറ്റ് യുവർ ടെംപ്ലേറ്റ് എന്ന ഹെഡിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അടുത്തത് ബുക്ക് മാർക്ക്. ബുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ കഴ്സർ നിർത്തിക്കൊണ്ട് ഇൻസേർട്ടിൽ ബുക്ക് മാർക്ക് എന്ന ഓപ്ഷൻ എടുക്കുക. ബുക്ക് മാർക്ക് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ബുക്ക് മാർക്ക് നെയിം കൊടുക്കാം. ആഡ് കൊടുക്കാം. അവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ടെംപ്ലേറ്റ് യൂസ് യുവർ ടെംപ്ലേറ്റ് ടു മേക്ക് എ ന്യൂ ഡോക്യുമെൻറ്റ്, അതിൽ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്താണ് നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിനി ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ബുക്ക് മാർക്കിലേക്ക് മൂവ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിൽ ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നമ്മുടെ ബുക്ക് മാർക്ക് നെയിം കൊടുക്കുക. ഗോ ടു കൊടുക്കുക. നമ്മളെവിടെയാണോ ബുക്ക് മാർക്ക് ചെയ്തത് അങ്ങോട്ടേക്ക് കഴ്സർ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബുക്ക് മാർക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് ബുക്ക് മാർക്ക് എടുത്തിട്ട് ബുക്ക് മാർക്ക് നെയിം സെലക്ട് ചെയ്യുക. ഡിലീറ്റ് കൊടുക്കാം. ക്ലോസ് കൊടുക്കാം. ബുക്ക് മാർക്ക് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി അതിൽ അടുത്തത് വരുന്നത് പ്രിൻറ്റിങ് ഓപ്ഷൻസ് ആണ്. പ്രിൻറ്റിങ് ഓപ്ഷൻസ് പ്രിൻറ്റിങ് ആൻഡ് പ്രിൻറ്റ് പ്രിവ്യൂ ആണ്. പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫയലിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് എത്ര കോപ്പിയാണ് വേണ്ടതെങ്കിൽ കോപ്പീസ് ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ പ്രിൻ്റർ ഏതാണോ ആ പ്രിൻ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്രിൻ്റ് ഓൾ പേജസ് ആണെങ്കിൽ പ്രിൻ്റ് ഓൾ പേജസ് കൊടുക്കാം. പ്രിൻ്റ് കറൻറ്റ് പേജ് ആണെങ്കിൽ അത് കൊടുക്കാം. കസ്റ്റം പ്രിൻ്റ് ആണെങ്കിൽ നമുക്ക് പേജ് നമ്പറുകൾ ഇപ്പോൾ 5ഉം 3ഉം മതിയെങ്കിൽ 3,5 എന്ന് കൊടുക്കാം. അല്ല ഈവൻ പേജാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഓൺലി പ്രിൻ്റ് ഈവൻ പേജ് കൊടുക്കാം. ഓഡ് പേജ് ആണെങ്കിൽ ഓൺലി പ്രിൻ്റ് ഓഡ് പേജ് കൊടുക്കാം. അതിനുശേഷം പ്രിൻ്റിൽ ക്ലിക്ക് ചെയ്യാം. പ്രിൻ്റ് വരും. ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Ctrl+P പ്രസ് ചെയ്തുകൊണ്ടും പ്രിൻ്റ് എടുക്കാം. ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് എയർപോർട്ട് അതോറിറ്റി കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് സിലബസ് ബേസ്ഡ് വീഡിയോ ക്ലാസ് ആണ് ചെയ്തത്. സബ്ജക്റ്റ് MS വേഡ്, ക്രിയേറ്റ് ആൻഡ് മാനേജ് ഡോക്യുമെൻറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.